കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മക്കളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഒരു 25 വൈറ്റ് കളറിലെ ബലൂണും റെഡ് കളറിലെ ബലൂണും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരമാണ് ഓർത്തത്, അയ്യോ ഇത് വീർപ്പിക്കാനുള്ള സാധനം വാങ്ങിക്കാൻ പറ്റിയില്ല. അന്നേരത്തേക്കൊരു ഓർമ്മ വന്നു, നമ്മുടെ കയ്യിൽ സൈക്കിളിൻ്റെ പമ്പ് ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ ആദ്യം കുറച്ച് അടിച്ച് നോക്കിയിട്ട് അങ്ങ് സെറ്റ് ആകുന്നില്ലായിരുന്നു. പിന്നീട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും ആ ബലൂൺ നല്ല രീതിയിൽ ആകുന്നുണ്ട്. അപ്പം 50 എണ്ണം വീർപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ 25 വൈറ്റ് ബലൂണും പിന്നെ 25 റെഡ് ബലൂണും നമ്മൾ വീർപ്പിച്ച് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഞങ്ങൾ നടത്താമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ ഈ ബലൂൺ എല്ലാം കൂടെ നമ്മൾ പൈപ്പിൽ കെട്ടി നമുക്കൊരു ആർച്ച് പോലെ സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ചെയ്യാൻ കുറച്ച് പാടുണ്ട്, അത് പറ്റുകയില്ലെന്ന് പിന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നൂലിലെല്ലാം കൂടെ ഈ 2 ബലൂൺ വെച്ച് എല്ലാം കൂടെ നമ്മൾ കെട്ടിയിട്ട് അത് കഴിഞ്ഞ് 4 എണ്ണവും കൂടെ ഒരുമിച്ച് കെട്ടി നമ്മൾ നൂലിലാണ് ഇത് സെറ്റാക്കി നമ്മൾ ആ ബോർഡിൻ്റെ മുകളിലായിട്ടൊന്ന് കുറച്ച് ഇതായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ നൂലിലാക്കി നമ്മൾ മുകളിലായിട്ട് ബോർഡിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. റെഡും വൈറ്റും നൈസ് കളറല്ലേ. പുതിയ വീട്ടിൽ നമ്മൾ കേക്ക് മുറിക്കാമെന്നൊക്കെയാണ് തീരുമാനിച്ചത്. പക്ഷെ പണി തീരാത്തത് കൊണ്ട് നമ്മളിപ്പം ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ. നല്ല രസമൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയ ഡിസൈൻ ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബോർഡിൽ ആദ്യം എഴുതാമെന്നാണ് വിചാരിച്ചത്, ബ്ലാക്ക് മാർക്കറുണ്ട്. പിന്നെ വിചാരിച്ചു നമുക്കിത് തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേരും റെഡി ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേക്ക് മുറിക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ 2-3 ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അവരുടെ. നമ്മളുടെ വെഡ്ഡിങ് ഡേക്ക് വാങ്ങിച്ച അതേ കേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും ഇവരുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്. ഈ കേക്ക് ഇവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. നല്ലതാണ് കേട്ടോ, നല്ല ചോക്ലേറ്റ് കോഫി കേക്കാണ്. അങ്ങനെ 2 പേരും കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ്. കേക്ക് മുറിച്ചു. അതിലൊരു പീസ് എടുത്ത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറഞ്ഞപ്പം അവനൊരു വലിയ പീസിലാണ് കയറി പിടിച്ചത്. അത് കഴിഞ്ഞ് പറഞ്ഞ് ഒരു ചെറിയ കേക്ക് എടുത്തിട്ട് പീസ് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 2 പേരുടെയും ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുക എന്നൊക്കെ പറയാൻ ഒരു ഭാഗ്യമല്ലേ. ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. അവർക്ക് ഒരുപാട് സന്തോഷമായി. ഇതിനേക്കാൾ അവർ കൂടുതലും ചോദിക്കുന്നത് ഞങ്ങൾക്ക് വല്ല ഗിഫ്റ്റ് തരാനുണ്ടോ എന്നാണ്. അപ്പം നമ്മൾ അവരിട്ടിരിക്കുന്ന ഷർട്ടും ചെരുപ്പുമൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് എടുത്തത് തന്നെയാണ്. പിന്നെ എൻ്റെ ചേട്ടായാണ് അടുത്ത് കേക്ക് കൊടുക്കാൻ പോകുന്നത്. ഒന്ന് നേരെ നിൽക്കടാ, ഞാനൊന്ന് കേക്ക് തരട്ടെ, വീഡിയോ ഒക്കെ പിടിക്കാനുള്ളതല്ലേ, ഒന്ന് നേരെ നിൽക്കുന്നൊക്കെ പറഞ്ഞാണ് കേക്കൊക്കെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കങ്ങനെ വല്ല ഫോർമാലിറ്റീസ് ഒന്നുമില്ല, പോവുക കേക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ 8ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് 2 പേരും. എന്തേലും ഒരു ഗിഫ്റ്റ് താ പപ്പ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ സർപ്രൈസിങ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ ആഗ്രഹിച്ച ദിവസം സന്തോഷമായ നിമിഷം ഇന്നായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.